പൊതുസമൂഹത്തിന് നേരെ അധികാരികൾ കാണിക്കുന്ന പിടിപ്പുകേടിന്റെ കഥയാണ് കേരള മീഡിയ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ നൽകുന്നത്. പാലക്കാട് വടക്കാഞ്ചേരിയിലെ മംഗലം ഡാം കുടിവെള്ള പദ്ധതിയാണ് ഇതിലെ പ്രതിപാദ്യം. 135 കോടി രൂപ ചെലവിൽ 1.25 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി ഇന്ന് നിശ്ചലമായി കാട് കയറിക്കിടക്കുന്നതിന്റെ ഉത്തരവാദികൾ ആര്? 1956 അന്നത്തെ മദിരാശ സർക്കാർ നിർമ്മിച്ച മംഗലം ഡാമിന്റെ റിസർവോയറിൽ നിന്നും വെള്ളമെത്തിക്കുന്നതിന് വിഭാവനം ചെയ്ത പദ്ധതി ഇന്ന് ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. 2017 ജലജീവ മിഷന്റെ 84 കോടി രൂപയും കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള 69 കോടി രൂപയും ചേർത്ത് 153 കോടി രൂപ ചെലവിലുള്ള മംഗലം ഡാം കുടിവെള്ള വിതരണ പദ്ധതിക്കായുള്ള പ്രവർത്തനം ആരംഭിച്ചത്. 2020 മാർച്ചിനുള്ളിൽ ആദ്യഘട്ടം പൂർത്തിയാക്കി ഡിസംബറിൽ ജലവിതരണം ആരംഭിക്കുമെന്നായിരുന്നു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം. എന്നാൽ 5 വർഷം കൊണ്ട് പ്രധാന ടാങ്കിന്റെ നിർമ്മാണം പോലും പൂർത്തീകരിക്കാനായില്ല. എന്ന് പൂർത്തിയാക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. സംഭരണിയിൽ നിന്ന് രണ്ടാം വിള നെൽകൃഷിക്ക് ആവശ്യത്തിന് വെള്ളം നൽകാൻ പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടയിലാണ് 2050 ആകുമ്പോഴേക്കും പ്രതീക്ഷിക്കുന്ന ജനസംഖ്യയായ 1,74,254 പേർക്ക് വെള്ളം നൽകാനാകുമെന്ന വാട്ടർ അതോറിറ്റിയുടെ പഠനം നടന്നത്. ഇതോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങിയ വണ്ടാഴി, കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണമ്പ്ര പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഇന്ന് നിരാശയിലാണ്. പദ്ധതിയിലൂടെ ഈ പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാൻ കഴിയാത്തതാണ് കാരണം. കുടിവെള്ളക്ഷാമത്തിന്റെ പരാതികൾ ഉയർന്നപ്പോൾ പദ്ധതി വരുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് ഉറപ്പു നൽകിയവരെ പിന്നീട് കാണാനുണ്ടായില്ല. ഒരാൾക്ക് ഒരു ദിവസം 100 ലിറ്റർ വെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിക്കായുള്ള പൈപ്പ് ലൈനിന്റെ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പൂർത്തീകരിച്ചത്. ജലലഭ്യത പോലും ഉറപ്പുവരുത്താതെ പൈപ്പുകൾ വാങ്ങിക്കൂട്ടിയത് കമ്മീഷൻ തട്ടാനുള്ള പരിപാടിയായിരുന്നുവെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു പദ്ധതി പൂർത്തീകരണത്തിൽ പിന്നീട് കണ്ട അനിശ്ചിതത്വം. മംഗലം ഡാമിന് സമീപം 240 ലിറ്റർ വെള്ളം ദിനംപ്രതി ശുദ്ധീകരിക്കാനുള്ള ശുദ്ധീകരണ പ്ലാന്റും 15 ലക്ഷം ലിറ്ററോളം വെള്ളം സംഭരിക്കാനുള്ള ടാങ്കും ഉൾപ്പെടുന്നതാണ് പദ്ധതി. എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധം പദ്ധതിയുടെ പൂർത്തീകരണം ഉണ്ടായില്ല. മംഗലം ഡാം കുടിവെള്ള പദ്ധതിയുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും 2024 മാർച്ച് 31 ആകുമ്പോഴേക്കും പൂർത്തീകരിക്കുമെന്ന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിയമസഭയിലെ ഉറപ്പും പാഴായി. കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ കവളുപാറയിലും പാലക്കുഴിയിലും ടാങ്ക് നിർമ്മിക്കാനുണ്ട്. 4 പഞ്ചായത്തുകളിലും പൈപ്പിടുന്ന ജോലികളും പൂർണ്ണമായിട്ടില്ല. പ്രധാന ടാങ്കിന്റെയും ശുദ്ധീകരണ സംവിധാനത്തിന്റെയും നിർമ്മാണം പൂർത്തിയായെങ്കിലും ടൈൽ വിരിക്കൽ, വൈദ്യുതീകരണം ഉൾപ്പെടെയുള്ള ജോലികൾ മുടങ്ങിക്കിടക്കുകയാണ്. നിർമ്മാണം തുടങ്ങി 8 വർഷമായിട്ടും ഇതുവരെ സംഭരണിയിൽ വെള്ളം പമ്പ് ചെയ്യാനുള്ള മോട്ടോർ സ്ഥാപിക്കുന്ന ജോലികൾ പോലും തുടങ്ങിയിട്ടില്ല എന്നതാണ് അവസ്ഥ. അതിനിടെ 7 പതിറ്റാണ്ടുകളിലേറെയായി ഡാമിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും ചെളിയും നീക്കം ചെയ്ത് ഡാമിന് ആഴം കൂട്ടാനുള്ള പദ്ധതികൾ 2020 ഡിസംബറിൽ ആരംഭിച്ചുവെങ്കിലും മണ്ണ് നീക്കം ചെയ്യലും അവതാളത്തിലായി. ചെളി നീക്കം ചെയ്ത് വേർതിരിച്ചെടുക്കുന്ന മണൽ വിൽപ്പന നടത്തി ഖജനാവിലേക്ക് വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയായതിനാൽ ഏറെ കൊട്ടിഘോഷിച്ചാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത്. മണ്ണ് വിൽപ്പന നടത്തിയതിലൂടെയുള്ള മാസഗഡു സർക്കാരിലേക്ക് കടക്കുന്നതിന് കരാറുകാരൻ വീഴ്ച വരുത്തിയതും കരാറുകാരനും ഉപകരാറുകാരനും തമ്മിലുണ്ടായ പ്രശ്നങ്ങളും മൂലം മണ്ണ് നീക്കലും നിലച്ചു. എന്നാൽ പദ്ധതി പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ബദൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താത്തതിനാൽ കോടികൾ പല വഴി ഒഴുകിപ്പോയെന്നും ഇതിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് അല്ലല്ലാതെ കഴിയാനുള്ള വകയായി മാറിയെന്നും ആക്ഷേപവും നിലനിൽക്കുന്നു. കുടിവെള്ള വിതരണ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാകാത്ത പ്രധാന ടാങ്കും ശുദ്ധീകരണ സംവിധാനങ്ങളും ഇപ്പോൾ കാടുമൂടിക്കിടക്കുകയാണ്. സർക്കാരിൽ നിന്ന് പണം ലഭിക്കാതായതോടെ കരാർ കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായതാണ് ജോലി മുടങ്ങാൻ കാരണമായത് എന്നും പറയുന്നു. പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ മാത്രം പോരാ, ജനങ്ങളുടെ പണം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ജാഗ്രത കൂടി അധികാരികൾ കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് കേരള മീഡിയ.